കണ്ണൂർ സർവകലാശാല കേസ് നടത്തിപ്പിന് 1 കോടിയിലേറെ രൂപ ചെലവഴിച്ചതിൽ ദുരൂഹതയെന്ന് കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്. മുൻ വിസി ഗോപിനാഥ് രവീന്ദ്രനും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്കും വേണ്ടി കേസ് നടത്താനാണ് വൻ തുക ചെലവഴിച്ചത്. ഇതിന് പിന്നിൽ വൻ അഴിമതിയുണ്ട്. ഇത് പുറത്തുകൊണ്ടുവരുമെന്നും ഷമ്മാസ് കണ്ണൂരിൽ പറഞ്ഞു. നിയമനങ്ങളുടെ മറവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്നത് കോടികളുടെ കൊള്ളയാണെന്ന് കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന്റെയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റേതുൾപ്പെടെയുള്ള നിയമനങ്ങളുടെ മറവിലാണ് കോടികളുടെ കൊള്ള നടന്നത്. കേസ് നടത്താൻ 1 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത്. ഈ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം മറവിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാലയിൽ ഉൾപ്പെടെ നിയമനങ്ങളുടെ മറവിൽ നടന്നത് കോടികളുടെ കൊള്ളയാണ്. കണ്ണൂർ സർവകലാശാലയിൽ മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന്റെയും പ്രിയ വർഗീസിന്റെയും ഉൾപ്പെടെയുള്ളവരുടെ നിയമനത്തിന്റെ മറവിൽ വക്കീൽ ഫീസ് ഇനത്തിൽ ഉൾപ്പെടെ പുറത്തു വന്ന കണക്കുകൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. സർക്കാരും സർവകലാശാലയും ചേർന്ന് ചെലവഴിച്ചത് ഈ ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ്. ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മാത്രം കേസ് നടത്താൻ 31,72,000 രൂപ സർവകലാശാല ചെലവഴിച്ചപ്പോൾ 37,77,340 രൂപ AG ഓഫീസ് മുഖേന സർക്കാർ ചെലവഴിച്ചു. ഫീസിനത്തിൽ മാത്രം 70 ലക്ഷത്തോളം രൂപയാണ് ഗോപിനാഥ് രവീന്ദ്രന് വേണ്ടി ചെലവഴിച്ചത്. പുനർനിയമന കാലയളവിൽ 60 ലക്ഷത്തിലധികം രൂപ ഇദ്ദേഹം ശമ്പള ഇനത്തിലും കൈപ്പറ്റിയിട്ടുണ്ട്. പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിന് മാത്രം സർവകലാശാല 7,80,000 രൂപയാണ് ചെലവഴിച്ചത്. ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മാത്രം 31,72,000 രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്, സർവകലാശാല ചെലവഴിച്ചിട്ടുണ്ട്. 31,72,000 രൂപ സർവകലാശാല ചെലവഴിച്ചപ്പോൾ 37,77,340 രൂപ ഇതിനായി AG ഓഫീസ് മുഖേന സർക്കാർ ചെലവഴിക്കുന്ന സാഹചര്യം. കണക്ക് കൂട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകും. ആകെ മൊത്തം 69,49,340 രൂപ ഫീസ് ഇനത്തിൽ മാത്രം ഗോപിനാഥ് രവീന്ദ്രന് വേണ്ടി ചെലവഴിച്ചപ്പോൾ ഈ വഴിവിട്ട നിയമനത്തിന്റെ കാര്യത്തിൽ തന്നെ അവ്യക്തതയുണ്ട്. പുനർനിയമന കാലയളവിൽ ഇതേ ഗോപിനാഥ് രവീന്ദ്രൻ 60 ലക്ഷത്തിലധികം രൂപ ശമ്പള ഇനത്തിൽ മാത്രം നൽകിയിട്ടുണ്ട്. പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ സർവകലാശാല ചെലവഴിച്ച 7,80,000 രൂപയാണ്. ഒരു തരത്തിലുള്ള യോഗ്യതയില്ലാത്ത ഈ പറഞ്ഞ ഗോപിനാഥ് രവീന്ദ്രനും പ്രിയ വർഗീസിനും ഒക്കെ വേണ്ടി സർക്കാരും സർവകലാശാലയും ചേർന്ന് ഏതാണ്ട് 1.5 കോടിയോളം രൂപ ഇക്കാലയളവിൽ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പാവപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും ഫീസിനത്തിൽ ഉൾപ്പെടുത്തി പിരിച്ചെടുത്തതും അവരുടെ രക്ഷിതാക്കളുടെ വിയർപ്പിന്റെ നനവുള്ള നികുതിപ്പണവുമാണ് ഇങ്ങനെ ഇഷ്ടക്കാർക്കും ഭാര്യമാർക്കും പാർട്ടിക്കാർക്കും വേണ്ടി കൊള്ളയടിക്കുന്നതെന്നും ഷമ്മാസ് കുറ്റപ്പെടുത്തി. ഈ കൊടും കൊള്ളയുടെ പുറത്തുവന്ന കണക്കുകൾ മാത്രമാണിത്. സർവകലാശാലയും സർക്കാരും പുറത്തുവിട്ട കണക്കുകളിൽ പോലും വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ഷമ്മാസ് കുറ്റപ്പെടുത്തി. ഇക്കാര്യം പുറത്തുകൊണ്ടുവരുമെന്നും ഷമ്മാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.